ഹലോ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു ഈവനിങ് വ്ളോഗാട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 2-3 ദിവസമായി. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ സമയം കിട്ടിയത് ഇപ്പോഴാണ്. അങ്ങനെ ഒരു ഹെയർ പാക്കൊക്കെ ചെയ്തിട്ട് എനിക്ക് കുറച്ച് തുണിയൊക്കെ കഴുകി വിരിക്കാനുണ്ടായിരുന്നു. ഞാനങ്ങനെ തുണി വാഷ്റൂമിൽ വെച്ച് തന്നെ കഴുകിയിട്ട് മേലെ കൊണ്ടുവന്നിട്ട് വിരിക്കുകയാണ്. കുറച്ച് ലിക്വിഡൊക്കെ മുക്കിയിട്ട് മേലെ തന്നെ വിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ വിഷ്ണുവിൻ്റെ കുറച്ച് തുണി ഉണ്ടായിരുന്നു വിരിക്കാൻ. ഞാൻ രണ്ടാളുടെയും കഴുകിയിട്ട് വന്ന് മേലെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് ഉണക്കുവാണ്. നല്ല ഡ്രൈ ആവും എടുത്ത വെള്ളത്തിൽ മുടി കുളിച്ചാൽ. അങ്ങനെ കുറച്ച് നേരം നന്നായിട്ട് പൊഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മുടിയൊക്കെ അവിടെ നിന്ന് ഉണക്കി പിന്നെ താഴെ പോയിട്ട് ചിക്കൊക്കെ എടുത്തിട്ട് നന്നായിട്ട് മുടി ചീവിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ പിന്നെ വിളക്ക് വെക്കാൻ സമയമായി. പിന്നെ ഒരു 6-6:30 ആയപ്പോഴത്തേക്ക് ഞാൻ വിളക്ക് വെക്കാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ദൈവത്തിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ തന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ പാട്ട് കേട്ടാണ് ജോലി ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു അയ്യപ്പൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ വിളക്ക് വെക്കാം കേട്ടോ. അങ്ങനെ മുറ്റത്തും അവിടെ തിണ്ണയിലും ഹാളിലൊക്കെ ഞാൻ വെള്ളം നന്നായിട്ട് കുടഞ്ഞിട്ട് വിളക്ക് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ കാര്യങ്ങളും എൻ്റെ വിഷമങ്ങളൊക്കെ ദൈവത്തിനോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇത് ഞാൻ പഴനി പോയിട്ട് വന്നപ്പോൾ വാങ്ങിയ ചന്ദനം, അവിടെ നിന്ന് വാങ്ങിയ ചന്ദനം കേട്ടോ. അങ്ങനെ ചന്ദനമൊക്കെ തൊട്ടു. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാൻ കിടപ്പുണ്ടായിരുന്നു രണ്ടാളുടെയും. ഞാൻ തനിയെ ഉള്ളതുകൊണ്ട് വേഗം ജോലിയൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ച് പിന്നെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരുന്നു. രണ്ടാളുടെയും തുണിയെല്ലാം മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു. എല്ലാം കഴുകി ഉണക്കിയത് മടക്കി വെച്ചു. അങ്ങനെ എല്ലാം എടുത്ത് അലമാരി വെക്കാൻ പോവാണ്. ഇപ്പോൾ എൻ്റെതും വിഷ്ണുവിൻ്റെതും 2 സെക്ഷനായിട്ട് അലമാരിലെല്ലാം മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന്. അങ്ങനെ രണ്ടാളുള്ളതുകൊണ്ട് വലിയ സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ കാണത്തില്ല. കുറച്ച് പച്ചക്കറിയൊക്കെ ഉണങ്ങിയ പഴയ പച്ചക്കറിയൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ പച്ചക്കറിയൊക്കെ മാറ്റിയെടുത്തു. കറിവേപ്പിലയൊക്കെ കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട്. അതിനെല്ലാം എടുത്ത് മാറ്റിയിട്ട് പുതിയതിപ്പോൾ വാങ്ങണമല്ലോ. അങ്ങനെ ഫ്രിഡ്ജ് തുടയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴേ ഓർച്ചു ഫ്രിഡ്ജ് ഓഫാക്കാമെന്ന്. ഇല്ലെങ്കിൽ കറണ്ട് അടിച്ച് തിരിച്ചവിടെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ മുക്കി ഫ്രിഡ്ജൊക്കെ തുടച്ചെടുക്കുക. വലിയ അഴുക്കൊന്നുമില്ല അതെടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ജസ്റ്റ് വെള്ളം മുക്കിയിട്ട് ഞാൻ തുടയ്ക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തുടച്ചെടുത്തു. അങ്ങനെ വീണ്ടും അവിടെ ഞാൻ രണ്ടാമത് മുക്കിയിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ജോലിയൊക്കെ കുറച്ച് തീർത്ത് വെക്കുക. അങ്ങനെ ലീവുള്ള ദിവസം ഇങ്ങനെ ഫ്രിഡ്ജ് തുടയ്ക്കുന്നതും ഒക്കെ സമയം കിട്ടുന്നത്. അല്ലെങ്കിൽ ഡെയിലി ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ട് രാവിലെ പോയിട്ട് ഈവനിങ് ആവുമല്ലോ വരുമ്പോൾ, അപ്പോൾ സമയം കിട്ടാറില്ല. പിന്നെ കുറച്ച് കത്തിക്കാനുള്ള വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആ വേസ്റ്റ് പേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ കത്തിക്കുക. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് രാത്രി സന്ധ്യ ആയതുകൊണ്ട് തന്നെ വെളിയിൽ നിൽക്കാൻ പേടിയായതുകൊണ്ട് വേഗം ഒന്ന് കത്തിച്ചിട്ട് ഓടുക. അങ്ങനെ വേസ്റ്റൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കാനുണ്ടായിരുന്നു. എല്ലാ പാത്രങ്ങളും അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ അല്ലാതെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ജോലിയൊക്കെ കഴിഞ്ഞ് കിട്ടി. പിന്നെ എൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയെടുത്തു. ഞാൻ തന്നെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഓരോ ജോലി ചെയ്യുന്ന കേട്ടോ. അതിനിടയ്ക്ക് വിഷ്ണുവേട്ടൻ വരുന്നുണ്ടോ ഞാൻ വെളിയിലോട്ട് നോക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്തു. അങ്ങനെ നമ്മുടെ ഹാൻഡ് വാഷ് തീർന്നിട്ടുണ്ടായിരുന്നു. പുതിയൊരു ഹാൻഡ് വാഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കിച്ചൺ തുടയ്ക്കുന്നതൊക്കെ 2-3 പിന്നെ കൈക്കല തുണി പോലത്തെ തുണി ഉണ്ടല്ലോ, അതെല്ലാം അവിടെ തന്നെ ഞാൻ വെച്ച് കഴുകി അവിടെ ജനലിൽ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് അത് ഉണങ്ങി കിട്ടും. പിന്നെ അതൊക്കെ അങ്ങനെ കഴുകി അതെല്ലാം അവിടെ വിരിച്ചിട്ടു. അങ്ങനെ കിച്ചണിലെ ജോലിയൊക്കെ കുറച്ച് ഒതുങ്ങി കിട്ടിയിട്ടുണ്ടെന്ന്. അതെല്ലാം കഴുകി വിരിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓംലെറ്റും കട്ടനും കുടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഓംലെറ്റ് കട്ടനൊക്കെ ഇട്ട് കുടിച്ചു. അങ്ങനെ വിഷ്ണുവിടെ വന്നപ്പോൾ എനിക്ക് പാനിപ്പൂരി കഴിക്കാൻ കൊതിയാവുന്നു. പാനിപ്പൂരി അല്ല, തൈരുപൂരി. അങ്ങനെ എന്നെ കൊണ്ടുപോകാൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടാളും പുറത്ത് പോയി കഴിച്ചിട്ടുണ്ടേ. എനിക്ക് തൈരുപൂരി മാത്രമേ ഉള്ളൂ ഇഷ്ടം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് വിഷ്ണുവേട്ടൻ തന്നപ്പോഴത്തേക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.